നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷം CPIM-ൽ വലിയ കലാപക്കൊടി ഉയരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് 2021 തെരഞ്ഞെടുപ്പ് CPM നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ട് LDF തുടർഭരണം നേടി കേരളത്തിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. 2016 CPIM-ന്റെ മുഖം തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദനെ കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് വിജയം CPIM-ഉം LDF-ഉം എല്ലാം കൊയ്തത്. എന്നാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ VS അച്യുതാനന്ദൻ ഫിഡൽ കാസ്ട്രോ ആയി മാറുകയായിരുന്നു. പിന്നീട് പിണറായി വിജയൻ്റെ കാലഘട്ടമായിരുന്നു. പിണറായി വിജയനെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയായി അരിയിട്ട് വാഴിക്കുകയായിരുന്നു. പിന്നീട് നടന്ന 5 വർഷത്തെ ഭരണം പ്രതിസന്ധികളുടെ നടുവിലായിരുന്നു. അതായത് കോവിഡ് അടക്കമുള്ള പ്രളയമടക്കമുള്ള ഒട്ടനവധി പ്രതിസന്ധികളെ കേരളം നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് നടത്തിയ ചില ലൊട്ടിലൊടുക്ക് പ്രവർത്തനങ്ങളുടെ പേരിൽ പിണറായി വിജയന് വീണ്ടും തുടർഭരണം ലഭിച്ചു. 99 സീറ്റുകളോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്ന പിണറായി വിജയൻ പാർട്ടിയിൽ ശക്തമായ നേതാവാണ് എന്ന ഒരു സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ അഭിപ്രായങ്ങൾക്കപ്പുറം പറയാൻ പാർട്ടിയിൽ ആരുമില്ല എന്ന സ്ഥിതിവിശേഷം പിന്നീട് വന്നു. സംസ്ഥാനത്തെ പാർട്ടിയിൽ മാത്രമല്ല ദേശീയ നേതൃത്വം പോലും പിണറായി വിജയൻ്റെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കാൻ കഴിയാതെ പോയി. പിണറായി വിജയനെതിരെ ഒട്ടനവധി സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾ വന്നെങ്കിലും ഒന്നിലും കുലുങ്ങാതെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് CPIM-ന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായി മാറി. ദേശീയ നേതൃത്വത്തിലോ സംസ്ഥാന നേതൃത്വത്തിലോ സംസ്ഥാനത്തിൻ്റെ പാർട്ടിയിലെ യുവ തുർക്കികൾക്കോ ഒന്നും ശബ്ദമനക്കാൻ കഴിയാതെ പോയി. അങ്ങനെ ചില ശബ്ദങ്ങൾ ഉയർത്തിയ പലരെയും പാർട്ടിയിൽ പിണറായി വിജയനും സംഘവും ഒതുക്കി തീർക്കുകയായിരുന്നു. മാത്രമല്ല പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലുമുള്ള സീനിയോറിറ്റികളെല്ലാം മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാനും പ്രമുഖമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകാനും പിണറായി വിജയൻ ശ്രമിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസാണ് മുഖ്യമന്ത്രിക്ക് പകരം മറ്റു വകുപ്പുകൾ ഭരിച്ചിരുന്നത് എന്ന ഒരു കേട്ടുകേൾവിയുമുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഭരണരീതിയിലൂടെയാണ് കഴിഞ്ഞ 10 വർഷം കടന്നുപോയത്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അല്ലെങ്കിൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നേതാവ് എന്ന ഒരു ശൈലിയിലുമെല്ലാം അഭിരമിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കൊള്ളയും ഒട്ടനവധി അഴിമതി കഥകളും മാസപ്പടി കേസും എല്ലാം പുറത്തു വന്നപ്പോൾ പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വേണ്ടി നേതാക്കന്മാർ നന്നേ പാടുപെടുകയായിരുന്നു. പിണറായി വിജയൻ ഇക്കാര്യത്തിലൊന്നും ഒരഭിപ്രായവും പറഞ്ഞില്ല. പക്ഷേ പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാർക്കും അണികൾക്കും ന്യായീകരിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇത്രയധികം വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടം ഇതല്ലാതെ മറ്റൊന്നില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ നേതാക്കൾക്കും അണികൾക്കുമെല്ലാം മടുത്ത ഒരു നേതൃത്വമായി മാറുകയായിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വം. ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ വൻ PR വർക്കുകളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പവർ പ്രചരണവുമൊക്കെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒക്കെ നടത്തിയെങ്കിലും പാർട്ടി അണികളിൽ നല്ലൊരു വിഭാഗം വലിയ രീതിയിൽ നിരാശരായിരുന്നു എന്ന് വേണം കരുതാൻ. തുടർഭരണം ഇനി വേണ്ടതില്ല, തുടർഭരണം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, തുടർഭരണം ഇല്ലാതെ പാർട്ടി ഒരിക്കൽ തോറ്റാൽ മാത്രമേ പാർട്ടി നന്നാവുകയുള്ളൂ എന്ന അഭിപ്രായം പല സഖാക്കൾക്കും ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് UDF-ന്റെ തിളക്കമാർന്ന ഒരു വിജയത്തിലേക്ക് നയിച്ചത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ അച്ചട്ടായി മാറുകയായിരുന്നു. അങ്ങനെ 100-ലധികം സീറ്റുകൾ കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെണ്ണലിൽ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF നേടുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം UDF അധികാരത്തിൽ വരുന്നു. അല്ലറ ചില പ്രശ്നങ്ങൾ ആ മുന്നണിയിലുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒന്നിലധികം ആളുകൾ സമ്മർദ്ദം ചെലുത്തുകയാണ് എങ്കിലും ഭരണത്തിലേക്ക് വരുമ്പോൾ UDF-ഉം അതുപോലെ തന്നെ കോൺഗ്രസുമെല്ലാം വലിയ സന്തുഷ്ടരാണ്. 100-ലധികം സീറ്റുകൾ നേടിയതുകൊണ്ട് തന്നെ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ഏതാണ്ട് ഉറപ്പിക്കാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ LDF-ൽ നിന്നും ഒരു ചെറിയൊരു എഡ്ജ് മാത്രമാണ്
പാർട്ടിക്ക് അല്ലെങ്കിൽ UDF ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പദത്തിന് അവകാശം ഉന്നയിച്ചുകൊണ്ട് പല ആളുകളും വരുമായിരിക്കും. പക്ഷേ സ്വന്തം തോളിൽ എടുത്തുകൊണ്ട് പാർട്ടിയെ കഴിഞ്ഞ 5 വർഷം മുന്നോട്ട് നയിക്കുകയും 5 വർഷം കൊണ്ട് ഭരണത്തിലെത്തിക്കുകയും ചെയ്ത VD സതീശൻ്റെ പ്രയത്നങ്ങളെ, ആ പ്രയത്നങ്ങൾക്കുണ്ടായ റിസൾട്ടിനെ ഹൈക്കമാൻഡിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. MLA-മാരുടെ പിന്തുണയുണ്ടെങ്കിൽ KC വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും VD സതീശൻ്റെ 100 സീറ്റ് എന്ന പ്രവചനത്തെയും ഇപ്പോൾ 100-ലധികം സീറ്റ് ലഭിച്ച ആ തെരഞ്ഞെടുപ്പ് ഫലത്തെയുമാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഐക്യത്തോടു കൂടി UDF അധികാരത്തിൽ വരാനിരിക്കുന്നു. അതേസമയം LDF-ൽ വലിയ പൊട്ടിത്തെറിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. പാർട്ടിയിലെ ഉന്നതരായ നേതാക്കന്മാരെല്ലാം പാർട്ടിക്ക് പുതിയ നേതൃത്വം വേണം എന്ന് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് MV ഗോവിന്ദനെയും പിണറായി വിജയനെയും തൂക്കിയെറിഞ്ഞുകൊണ്ട് പാർട്ടിക്ക് മറ്റൊരു നേതൃത്വം വേണം, യുവാക്കൾ പാർട്ടിക്ക് നേതൃത്വം നൽകണം എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. P ജയരാജൻ അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. പാർട്ടിയിൽ വൻ കലാപക്കൊടി ഉയരുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ചവർക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പെട്ടിയിലെ അവസാനത്തെ ആണിയടിച്ചവർക്ക് ഇനി നേതൃത്വം നൽകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അവർക്ക് ജയ് വിളിച്ച് നടക്കേണ്ട കാര്യമില്ല. ഇനിയും നമ്മൾ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ട കാര്യമില്ല. പുതിയ നേതൃത്വം വരട്ടെ, പാർട്ടിയുടെ നയപരിപാടികളിൽ കാതലായ മാറ്റം വരുത്തട്ടെ, തോൽവി പഠിച്ച് കൃത്യമായ തിരുത്തലുകൾ പാർട്ടി വരുത്തട്ടെ. ഇതാണ് ഇപ്പോൾ അണികളുടെ ഏറ്റവും വലിയ ആഗ്രഹം. നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന് V കുഞ്ഞിരാമൻ എഴുതിയത് അച്ചട്ടായി മാറുകയായിരുന്നു. നേതൃത്വത്തെ അണികൾ തിരുത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് 99 സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് CPIM-ഉം LDF-ഉം ഇടിഞ്ഞത്. ഈ രീതിയിൽ വലിയ നാണം കെട്ട തോൽവിയിലേക്ക് പോയത്. കൂട്ടത്തോടെ മന്ത്രിമാരെല്ലാം തോൽവിയടഞ്ഞത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നിർദ്ദേശിക്കുന്ന ആളുകളെയും ഇനി നേതൃത്വത്തിൽ വേണ്ട എന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരടക്കം CPIM-ൽ പറയുന്നത്. വരാനിരിക്കുന്ന യോഗങ്ങളിൽ, അത് അവലോകന യോഗമായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാർട്ടി യോഗങ്ങളായാലും ശക്തമായ വിമർശനം ഇന്നത്തെ നേതൃത്വത്തിന് നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേതൃമാറ്റത്തിനായി പാർട്ടി വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും പിണറായി വിജയൻ സർക്കാരിനെ മടുത്ത ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാത്രമല്ല പാർട്ടി സഖാക്കൾക്കും മടുത്തിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വൻ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി CPIM-ൽ വീണ്ടും കലാപക്കൊടി ഉയരുകയാണ്. ഈ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെടുക പിണറായി വിജയനായിരിക്കുമെന്ന സൂചനയും പുറത്തു വന്നു കഴിഞ്ഞു.